ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക, അതുപോലെ തന്നെ എനിക്ക് ക്ലോക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ MDF ബോർഡ് വാങ്ങി വേസ്റ്റ് ആക്കണ്ട. നമുക്ക് കാർഡ്ബോർഡ്, നമ്മളെ വീട്ടിലുള്ള കാർഡ്ബോർഡ് വെച്ച് തന്നെ ക്ലോക്ക് ഉണ്ടാക്കാം എന്ന് കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ വീട്ടിൽ കാർഡ്ബോർഡ്, വേസ്റ്റ് കാർഡ്ബോർഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഏത് ഷേപ്പ് ക്ലോക്കാണ് വേണ്ടത്. എപ്പോഴും സർക്കിളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്യത്യസ്ത ഷേപ്പ് ഉണ്ടാക്കാം. മറ്റൊന്നല്ല, അങ്ങനെ പ്രത്യേകതരം ഈ ഷേപ്പിന് പ്രത്യേക പേരൊന്നുമില്ല. ഒരു അമീബ വേണമെങ്കിൽ ഒരു അമീബ ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ക്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കണ്ടിനോ അറിയില്ല. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഞാൻ എന്താക്കി, ഒന്ന് കട്ട് ചെയ്തെടുത്ത് ബേസായിട്ട് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് പെയിൻറ്റ്, അക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ശേഷം ഇത് ആർട്ടിൻ്റെ എപ്പോക്സി റെസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പുണ്ടോ 1/3 ഈ ഒരു മെഷറിംഗ് കപ്പിൽ 3:1 എന്ന ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഈ ആദ്യം A പാർട്ട് 3 കപ്പ് ഒഴിക്കും, ശേഷം നമ്മുടെ B പാർട്ട് 1 കപ്പ് ഒഴിക്കും. അങ്ങനെയാണ് ഞാൻ അളവെടുക്കാറ് ഇതിൻ്റെ റെസിൻ്റെ. എൻ്റെ മിക്സിങ് അങ്ങനെയാണ് ഞാൻ മിക്സിങ് ചെയ്യാറ്. അപ്പോൾ എന്നിട്ട് അത് രണ്ടും ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം സ്ലോ ആയിട്ട്, നമ്മൾ ഫാസ്റ്റായിട്ടല്ല, വീഡിയോയിൽ നമ്മൾ ഫാസ്റ്റ് ഇടുന്നതാണ്, പക്ഷേ സ്ലോ ആയിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ലോ ആയിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്താൽ അത് ബബിൾസ് നല്ലോണം ഉണ്ടാക്കും. അപ്പം സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മുടെ ബബിൾസ് നമുക്ക് പരമാവധി ബബിൾസ് നമുക്ക് ഇല്ലാതായി കിട്ടും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കും. ശേഷം നമുക്ക് ഈ ഒരു ബേസിൽ നമുക്ക് എന്തൊക്കെ ഡിസൈൻ വേണ്ട ആ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് വേസ്റ്റ്, നമ്മുടെ ന്യൂസ് പേപ്പറില്ലേ, അത് ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇങ്ങനെ ചെറുതായി കുതിർത്തി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ഫെവിക്കോള്, പിന്നെ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബ്ലാക്ക് കളറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തില്ലേ, അതിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് അതുപോലെ ആ ഒരു വേസ്റ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ പാറക്കല്ലൊക്കെ ഉണ്ടായില്ലേ ബ്ലാക്ക്, ഈ നമ്മൾ ചില കടലിൻ്റെ തീരത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായില്ലേ ഇങ്ങനെ ബ്ലാക്ക് കറുത്ത പാറക്കല്ല്, ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു തീം നമുക്ക് കിട്ടും. അത് നമ്മൾ ഏതൊക്കെ ഷേപ്പിൽ വേണം ആ ഷേപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മാസ്കിംഗ് ടാപ്പിൽ ഇതാണ് മാസ്കിംഗ് ടാപ്പ്. ഇതൊന്ന് നമ്മൾ അതിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ റെസിൻ മറിഞ്ഞു പോകാതെ പുറത്തേക്ക് ലീക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റെസിനിലേക്ക് ബ്ലാക്ക് കളറ് ഒന്ന് ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം സ്ലോ ആയിട്ടേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഫാസ്റ്റിൽ മിക്സ് ചെയ്താൽ ബബിൾസ് ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നമുക്ക് എന്താക്കാം, പിന്നെ ഇതൊരു ഷൈനിങ് ഉള്ള ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റ് ഒന്ന് ഒഴിച്ചെടുത്ത് എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഹീറ്റ് ഗണ്ണ് വെച്ച് ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. വല്ലപ്പോഴും ഇൻ കേസ് അഥവാ ബബിൾസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം ആഫ്റ്റർ 24 hours 24 മണിക്കൂറിന് ശേഷം നമ്മൾ പ്ലെയിൻ റെസിൻ അതൊന്ന് വെച്ചെടുക്കുക. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ മോഡൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ, അതായത് കുറച്ച് വേവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലെയിൻ റെസിനെ ഒഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ വൈറ്റ് പിഗ്മെൻറ്റ് മിക്സ് ചെയ്ത റെസിന് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ പെന്നിൻ്റെ ഇതിൽ കാലിയായ കുഴലില്ലേ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ഊതി കൊടുത്താൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേവ്സ് കിട്ടും. അതായത് വേവ്സ് എന്നല്ല, ആ ഒരു മിക്സിങ് കിട്ടും. വൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വേവ്സും ഈ കടലിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഇതിൽ ശരിക്കും വേവ്സ് എന്നതിലുപരി ആ ഒരു ബ്ലാക്കും വൈറ്റും ഒന്ന് പ്ലെയിൻ ബ്ലാക്ക് ആവാതെ ഒരു 2 കളർ കോമ്പിനേഷന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളെ പിഗ്മെൻറ്റ് മെറ്റാലിക് ഗോൾഡൻ കളറ് ഒന്ന് ഇങ്ങനെ എവിടെയായിട്ട് ഇച്ചിരി ആക്കിയിട്ട് അതുപോലെ ഈ കുഴൽ വെച്ച് ഒന്ന് ഊതി അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു ടാപ്പ് ഇത് ഫുൾ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ടാപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മെറ്റാലിക്കിൻ്റെ ഗോൾഡൻ കളർ പിഗ്മെൻറ്റ് ഇതിന് നമ്മൾ നേരത്തെ ആ ഒരു പാറക്കല്ല് ഡിസൈൻ ചെയ്തില്ലേ, അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ബോർഡർ പോലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു വൈറ്റ് ബ്ലാക്ക് ഈ ഒരു മെറ്റാലിക് ഗോൾഡൻ കളർ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ഈ ഒരു കോമ്പിനേഷനിൽ ക്ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത് ഒന്ന് നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് വേണ്ടത് അവിടെയൊക്കെ ഈ ഒരു ഇതുപോലെ കുറച്ച് അത്യാവശ്യം വീതിയിലൊന്ന് പിന്നെ അതിന് ബോർഡർ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2-3 ഒരാഴ്ച എടുത്ത് ചെയ്ത ക്ലോക്കാണ്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ക്ലോക്കാണിത്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ ഇത് ഓരോ ചെയ്യുന്ന സമയത്ത് ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഇത് കൊളാവുമോ എന്തായിരിക്കും എന്നെല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ എന്താക്കുക, ഒന്ന് എല്ലാ സൈഡും ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ഒരു ഡിജിറ്റ്സ്, ഈ ഒരു മോഡലിലെ ഡിജിറ്റ്സാണ്. ഇത് ഞാൻ തന്നെ റെസിൻ വെച്ച്, ഗോൾഡൻ കളർ റെസിൻ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഡിജിറ്റ്സാണ്. ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ആ ഒരു ഡിജിറ്റ്സ് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൻ കളർ മാർക്കർ വെച്ച് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ക്ലോക്കിൻ്റെ മെഷീൻ ഈ ഒരു സംഭവം കണ്ടോ, ഇത് വെക്കുന്നത് ചിലപ്പോൾ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിത് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുമെന്ന്. ആ വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെഷീനിൽ ആ ഒരു സിൽവർ ഹുക്ക് പോലത്തെ സാധനം കണ്ടോ, അതിൻ്റെ കൂടെ തന്നെ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയാണ്. അതാദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബ്ലാക്ക് റൗണ്ടും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ മെഷീന് നമ്മൾ സർക്കിളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു റൗണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോക്കും മെഷീനുമായിട്ട് ടൈറ്റായിട്ട് നിൽക്കും, ലൂസായി പോവില്ല. ഞാൻ ആദ്യം ഈ ഒരു ബ്ലാക്ക് കളറ് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഗോൾഡൻ വരുന്ന ഒരു നീഡിലായിരുന്നു ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് അതത്ര ബെറ്ററായി ഫീൽ ചെയ്തില്ല. ഒരു മാച്ച് എന്തോ ഒരു അവിടെ സംതിങ് എന്തോ പോലെ തോന്നിയുകൊണ്ട് ഞാനത് മാറ്റി ഈ ഒരു ഗോൾഡൻ കളറ് നീഡിൽ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അതാണ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് കറക്റ്റായില്ലേ, വെച്ചത് കറക്റ്റായോ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്കിൻ്റെ ഫൈനൽ റിസൾട്ട്. അതായത് ഇനി നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കാൻ MDF ബോർഡ് തന്നെ വേണ്ട, അത് വേണ്ടി ഓടിപ്പെടേണ്ട. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കാർഡ്ബോർഡ് വെച്ചും ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് എന്താക്കാം, കാർഡ്ബോർഡിൽ തന്നെ കട്ട് ചെയ്ത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.